ഹോർമുസ് തുറക്കാനുള്ള അന്ത്യശാസനത്തിന്റെ സമയം ഒരു ദിവസം കൂടി ഡൊണാൾഡ് ട്രംപ് നീട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം ഇറാന് നേരെ തീർത്തും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് ട്രംപ് നടത്തിയത്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിൻ്റെ ഈ പരാമർശങ്ങൾ ഉണ്ടായത്. അതായത് നാളെ ഇന്ന് വരെയായിരുന്നു ട്രംപ് സമയം നിശ്ചയിച്ചിരുന്നത്. അത് നാളത്തേക്ക് മാറ്റുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ അസഭ്യങ്ങൾ വരെ വഹിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ പുതിയ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് അത് ഏറെ ചർച്ചയാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു ലോക നേതാവിന് പറ്റുന്ന തരത്തിലുള്ള സംസാരമല്ല ട്രംപിൻ്റെ ആ പോസ്റ്റിലുള്ളത് എന്നാണ് വ്യാപകമായ വിമർശനം. ഇത്തരം പരാമർശങ്ങൾ അത് യുദ്ധക്കുറ്റമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. നാളെ ഇത്തരത്തിലുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഇറാൻ്റെ കേന്ദ്രങ്ങളെല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തുടർച്ചയായി ബോംബിട്ട് തകർക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ട്യൂസ്ഡേ വിൽ ബി പവർ പ്ലാന്റ് ഡേ ആൻഡ് ബ്രിഡ്ജ് ഡേ. അതായത് ഇറാൻ്റെ പവർ പ്ലാന്റുകളും പാളങ്ങളും പൂർണ്ണമായും തകർക്കുമെന്നാണ് പറയുന്നത്. ഓൾ റാപ്ഡ് അപ്പ് ഇൻ വൺ ഇൻ ഇറാൻ, ദർ വിൽ ബി നത്തിങ് ലൈക്ക് ഇറ്റ്. പിന്നെ തെറിയാണ്. അതിനുശേഷം വീണ്ടും യു ക്രേസി ബാസ്റ്റേർഡ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. യു വിൽ ബി ലിവിങ് ഇൻ ഹെൽ എന്നാണ് ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലുള്ളത്. ജസ്റ്റ് വാച്ച്, പ്രേസ് ടു ബി അള്ളാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രംപ് ആ കലിപ്പിലാണ്, മുട്ടൻ പ്രശ്നങ്ങളിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പങ്കുവെക്കും. വിനോദ്, ട്രംപിൻ്റെ നിരാശയാണ് ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിലെന്നാണ് ഇറാൻ ഇതിന് മറുപടിയായി പറയുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ ഇത്ര കടുപ്പിച്ച് ട്രംപ് പറയുന്നതും ഇതാദ്യമായാണ്. കാരണം ഇന്നിപ്പോൾ തുറക്കാൻ പറഞ്ഞു, പക്ഷേ ഇറാൻ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. തിരിച്ചടികൾ നൽകിയാണ് തുടർച്ചയായി ഇറാൻ. നാളെ കൂടി സംഭവിച്ചില്ലെങ്കിൽ എന്തായിരിക്കുമെന്നത് പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്കറിയാം, ട്രംപ് വെല്ലുവിളികൾ ഇങ്ങനെ തുടരും, കാര്യങ്ങൾ നടക്കുകയുമില്ല. സമാനമായി തന്നെ ഇന്നും പ്രതീക്ഷിക്കണം. രഞ്ജിത്ത്, ട്രംപിന്റെ അന്ത്യശാസനം വീണ്ടും ഒരു അന്ത്യശാസനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ ദിവസവും അന്ത്യശാസനം നൽകുന്ന ആളാണ് ട്രംപ്. ഇന്നും ഇപ്പോൾ ഒരു പുതിയ അന്ത്യശാസനം ഉണ്ടായിരിക്കുന്നു. ഒരു ദിവസത്തേക്ക് കൂടി ഈ യുദ്ധം തുടങ്ങുന്നതിന് സമയം നൽകിയിരിക്കുന്നു. കാരണം 48 മണിക്കൂർ നേരത്തെ അനുവദിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഒരു 24 മണിക്കൂർ കൂടി അനുവദിച്ചിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന്, ഹോർമുസ് തുറക്കുന്നതിന്, അമേരിക്കയുടെ ഉപാധികൾ അംഗീകരിക്കുന്നത്. അതിനും അപ്പുറത്തേക്കാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. നമുക്ക് പറയുന്നതിന് പ്രയാസമുണ്ട്. ഈ സാധാരണ ആളുകൾ വഴക്ക് കൂടുമ്പോൾ തെറി വിളിക്കാറുണ്ട്. ആ തരത്തിലേക്കൊരു വലിയ ഒരു രാഷ്ട്രത്തിൻ്റെ, അല്ലെങ്കിൽ ഏറ്റവും ലോക പോലീസ് എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തെറി വിളിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്നു, അവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നു. ആ തരത്തിലുള്ള ഒരു കാഴ്ചയിലേക്ക് കൂടി പോവുകയാണ്. ട്രംപിന് സമനില തെറ്റിയിരിക്കുന്നു എന്നത് ഒരു തർക്കവുമില്ല. കഴിഞ്ഞ കുറേ കാലത്തെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടാൽ കൃത്യമായി മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിന് ഒരു സ്ഥിരീകരണമായിരിക്കുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെയോ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയോ ഇത്തരം കാര്യങ്ങൾ വരില്ല എന്നത് ഉറപ്പാണ്. ഈ ഫ്രഞ്ച് പ്രസിഡന്റിനെ വ്യക്തിപരമായി വല്ലാതെ അധിക്ഷേപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് അത്തരമൊരു അധിക്ഷേപമുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള എഫ് വേർഡൊക്കെ ഉപയോഗിച്ചുള്ള ട്രംപിൻ്റെ പരാമർശങ്ങൾ ഒരു ലോക നേതാവിന് പറ്റിയ കാര്യമാണോ എന്ന ഒരു സംശയം തന്നെയാണ്. അതിപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ഒക്കെ തന്നെയാണോ ഒരു അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഓസ്ട്രേലിയൻ ടീമൊക്കെ സ്ലെഡ്ജിങ് നടത്തി ആളുകളെ മനോവീര്യം തകർക്കുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ മോശം വാക്കുകളൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഇറക്കി പോണ്ടിങ്ങൊക്കെ പറയുന്നതായി നേരത്തെ വാർത്തകൾ വരികയും അത്തരത്തിൽ നടപടിയൊക്കെ ക്രിക്കറ്റ് താരങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. ഏതായിരുന്നാലും തെറി വിളിച്ചുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ മാനസികമായി തകർക്കുക, അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ട്രംപിൻ്റെ സമീപനം പോകുന്നു. അദ്ദേഹത്തിൻ്റെ നിലവാരം ഭൂമിക്കടിയിലേക്ക് പോവുകയാണ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ട്രംപ് ഒരു ദിവസം കൂടി അന്ത്യശാസനം നൽകിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഭ്രാന്തൻ നയവുമായി പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇറാനിൽ ഇങ്ങനെ ആണവ കേന്ദ്രത്തിൽ ആക്രമണമുണ്ടായത്. ആ വികിരണം അത് ഇറാനെ മാത്രമായിരിക്കില്ല ബാധിക്കുന്നത്, മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ അപകടം നീങ്ങും. ഇറാനെ ബാധിച്ചാലും തീർച്ചയായും അപകടം തന്നെയാണ്. അവിടെ കുഞ്ഞുങ്ങളടക്കം ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി നിരവധി പേരാണ് കൊല ചെയ്യപ്പെട്ടത്. എന്തിനു വേണ്ടി എന്നതിൽ ഇതുവരെ ഈ യുദ്ധം എന്തിനു വേണ്ടിയുള്ള കാര്യമാണ് എന്നതിൽ ഇതുവരെ ലോകരാജ്യങ്ങളെ
ബോധ്യപ്പെടുത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല നാറ്റോ സഖ്യം, അത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളെല്ലാം തന്നെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. നാറ്റോയ്ക്ക് ഇനി പണം നൽകില്ലെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ യുദ്ധവുമായി ചേർന്ന് ട്രംപിനോടൊപ്പം സഹകരിക്കാത്തതുകൊണ്ടാണ്. 32 രാജ്യങ്ങളാണുള്ളത്. അതിൽ ഒരു രാജ്യം പോലും UK ഒരു ഘട്ടത്തിൽ വന്നുപോയതല്ലാതെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ട്രംപുമായി സഹകരിക്കുന്നില്ല, ഈ യുദ്ധവുമായി സഹകരിക്കുന്നില്ല. അവരെല്ലാം തന്നെ ഇതിൻ്റെ കെടുതി മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഫ്രാൻസിലും ജർമ്മനിയിലും ഉൾപ്പെടെ ഇറ്റലിയിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില ഇതിനകം തന്നെ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ജനജീവിതത്തെ ബാധിക്കുകയാണ്. അമേരിക്കയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. അവിടുത്തെ ജനതയിൽ വലിയൊരു വിഭാഗവും ഈ യുദ്ധത്തിന് എതിരാണ്. പക്ഷേ ഭ്രാന്തൻ നീക്കങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു. ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലല്ല ട്രംപിന്റെ പ്രശ്നം. ഇറാനെതിരെ ഒന്നും മൈൻഡ് ചെയ്തില്ലല്ലോ വിനോദ്, അത് വളരെ പ്രധാനമാണ്. ഇറാന്റെ ഇന്നത്തെയും പ്രതികരണം ഇത് യുദ്ധക്കുറ്റമാണ്, ലോകരാജ്യങ്ങൾ ഇടപെടണം, നഷ്ടപരിഹാരമടക്കം തരണം, തങ്ങൾ ട്രംപിൻ്റെ യാതൊരു തരത്തിലുള്ള ഭീഷണികൾക്ക് വഴങ്ങില്ല, ഇതുവരെ ഇസ്രായേലും അമേരിക്കയും ഉള്ളതുപോലെ ആയിരിക്കില്ല ഇത്തരം ഭീഷണികളുമായി, അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ പോയാൽ ഇനി ഉണ്ടാവുക എന്നുള്ള കടുത്ത മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന്. അതായത് ഇതുവരെ കാണാത്ത വിധമുള്ള ആക്രമണം തിരിച്ചുമുണ്ടാകും എന്നുള്ള ഭീഷണി ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നു. പ്രത്യേകിച്ചും അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, മധ്യേഷ്യയിലെയും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അത് നേരത്തെ സംഭവിച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും ഇറാൻ ഒരിഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധം തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് 36 ദിവസങ്ങൾ കഴിയുന്നുണ്ട്. 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും യുദ്ധം എങ്ങുമെത്താതെ നിൽക്കുന്നത്. മാത്രമല്ല ട്രംപ് ആകട്ടെ ട്രംപിൻ്റെ സേനാവിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ, ആർമി ചീഫിനെയൊക്കെ മാറ്റുന്ന നിലയുണ്ട്. അത് റാൻഡി ജോർജാണ് അവിടുത്തെ ആർമി ചീഫ്. അദ്ദേഹത്തെ ഉൾപ്പെടെ ഏതാണ്ട് 9-ലധികം ആളുകളെ മാറ്റിയിട്ടുണ്ട് ഭരണതലത്തിൽ. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട ആളുകളെ മാറ്റുക എന്നത് ഏറ്റവും അപൂർവമായ കാര്യമാണ്, അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇറാൻ ഈ നിലപാടിൽ ഒരിഞ്ച് പോലും മാറാതെ നിൽക്കുന്നു. മാത്രമല്ല ഈ അമേരിക്കയിലെ തന്നെ ഉന്നത വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പലർക്കും ഈ യുദ്ധത്തോട് വലിയ താല്പര്യമില്ല. അങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന ഒരു ആരോപണമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായിരുന്നാലും കാര്യങ്ങൾ ശുഭകരമായല്ല മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ ട്രംപിൻ്റെ പോസ്റ്റൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് മനോനില തെറ്റി അല്ലെങ്കിൽ നിലവാര തകർച്ച ഉണ്ടായി എന്നൊക്കെ പറയാമെങ്കിലും ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക പോയാൽ ഈ പ്രസിഡന്റിൻ്റെയൊക്കെ ഇനിയുള്ള നിർദ്ദേശങ്ങൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കടുത്ത ആക്രമണത്തിൽ ഈ പോസ്റ്റിൽ തന്നെ പറയുന്നത് പാലങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളും പ്ലാന്റുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകർക്കും എന്ന് തന്നെയാണ്, നരകത്തിലേക്ക് തള്ളുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ കടുത്ത യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകത്തെ കാത്തിരിക്കുന്നത് വലിയ കെടുതിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ലോകത്തിന് ആവശ്യമായ ഇന്ധനത്തിൻ്റെ ഏതാണ്ട് 1/5 ഭാഗം കടന്നു പോകുന്നത് ഹോർമൂസ് വഴിയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ക്രൂഡ് ഓയിൽ വിലയടക്കം വലിയ തോതിൽ വർദ്ധിക്കുന്ന പശ്ചാത്തലം, $110.43 ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നു. ഇതിനിടയിൽ ഹോർമൂസിലടക്കം വലിയ ഇടപെടലുകൾ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.